ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് 10-200 പോലീസുകാർ കാവൽ നിൽക്കുക. ഇവർക്ക് നാളെ എടാ എന്താണെങ്കിലും പുള്ളിക്കാരി ഈ ഒരു കേസിൽ പെടും. പക്ഷേ എനിക്ക് തോന്നിയേ ശത്രുക്കളോട് പോലും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്നലെ തൊട്ട് ഈ ഒരു വീഡിയോ ചിരിക്കുന്നു. സത്യം നിങ്ങൾ വേണം കണ്ടു നോക്കിക്കോട്ടെ. ഇത് മാത്രല്ല, വേറൊരു വീഡിയോ കൂടി ഉണ്ട്. ആ പുള്ളിക്കാരന്റെ എന്തെങ്കിലും വല്ല വൈറൽ വീഡിയോ, എന്തെങ്കിലും വീഡിയോ ഔട്ടായിട്ടാ ലീക്കായിട്ട് ആ വീഡിയോ കണ്ടാൽ പോലും ഇത്രയ്ക്ക് ചിരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. മോശമാണ് ഇത്. ആരോടും ചെയ്തൊക്കെ പരിപാടിയൊന്നും. സോ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അഭ്യർത്ഥിക്കാം. ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക, നമ്മുടെ ചാനലിലോട്ട് വരാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് നമുക്ക് പോകാം. ഓക്കെ. എന്റെ പേര് ഷാൻ, ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. മൈ നെയിം ഈസ് ബാബു, ഞാൻ ഈ കോളേജിലെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ്. ജിനു സൊറ, നമുക്കിവിടെ സൊറ പറഞ്ഞിരിക്കാം. ഓ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ പറയാനുണ്ട് നമുക്ക് നോക്കാം. മാന്യത ഉണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. ഓ ഈ പുള്ളിക്കാരോട് ഇങ്ങനെ ചോദ്യം വന്നപ്പോഴേ മുത്തച്ഛന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ കാണിച്ച പ്രശ്നത്തോടുള്ള ഒരു അഭിപ്രായം ചോദിച്ചു പത്രക്കാരെ. അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് പുള്ളിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കംപ്ലൈന്റ് കൊടുത്തത് നമുക്കറിയാം, മുഖ്യമന്ത്രിക്കാണ്. ഇനി മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു ഗതികെട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പോട്ടെ, ഇതിപ്പോൾ കുറച്ചാൾ മുന്നേ ഈ രാഹുൽ മാങ്കൂട്ടൻ്റെ പ്രശ്നം ഇങ്ങനെ ചൂട് പിടിക്കുന്ന സമയത്ത് വലിയ ഫ്ലെക്സുകളൊക്കെ വന്നു. കോഴി പെണ്ണ് പിടിയെന്നൊക്കെ കൊണ്ട് ഒരുപാട് ഫ്ലെക്സുകളൊക്കെ അടിച്ചിറക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇതിനെതിരെ കോൺഗ്രസ് ചെയ്ത പരിപാടി എന്താണെന്നറിയോ? അപ്പുറത്ത് കുറേ മുകേഷിൻ്റെയും MLA മുകേഷിൻ്റെയും അവരിലുള്ള കുറേ ഗണേഷ് കുമാറിൻ്റെ ഫ്ലെക്സ് വെച്ചേക്കുന്നു. നിങ്ങൾക്ക് തലച്ചോറിനൊക്കെ ചിന്തിച്ച് നോക്ക്. ഇവ രണ്ട് പാർട്ടിയിലും ഇവൊക്കെ പീഡനന്മാരുണ്ട്. ഇവരെ ശതമാനവും ഞാൻ യോജിക്കുന്നു. ഇപ്പറങ്ങില്ലാന്നുള്ളൂ. നമുക്കറിയാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളെ വെറുതെ പൊട്ടന്മാരാക്കി തരാൻ നിൽക്കുകയാണ്. നിങ്ങൾ മൂന്നാമതൊരു സഖ്യം ഉണ്ടല്ലോ, അവർക്ക് കൂടി ചാൻസ് കൊടുക്കുക. അപ്പോൾ അവരിങ്ങനെ പുറത്ത് വരുമ്പോൾ അതുകൂടി ഭാവി എനിക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ രാഹുലിനെ ഇങ്ങനെ അയാൾക്ക് കൂടെ നിൽക്കുന്ന അവരെ പാർട്ടിക്കാർക്ക് എന്താ പറയേണ്ടത് നോക്കണ്ട. നമുക്ക് VD സതീശേട്ടനെ എന്താ പറയാനുള്ളത് നോക്കാട്ടോ. വേറെ വല്ല ചോദ്യം ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഇനി ഈ പ്രശ്നമൊക്കെ ഊതി വീർപ്പിക്കുന്നത് എന്തിനാ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമ്പലക്കള്ളന്മാരുണ്ടല്ലോ, അമ്പലക്കള്ളന്മാരുടെ കേസ് മുക്കാനാണ് മെയിനായിട്ട് സംഭവം ചെയ്യണത്. ഇനി അമ്പലക്കള്ളെന്നൊക്കെ വിളിച്ചിട്ട് എപ്പോഴും പിണറായി സർക്കാരിനെയും പിണറായി ആൾക്കാരൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നിൽക്കുന്ന പ്രതിപക്ഷം അവരോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ പത്രപ്രവർത്തകർ, സതീശേട്ടാ എന്താണ് ഈ പോറ്റി നിങ്ങൾ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ സതീശേട്ടൻ പറഞ്ഞെന്താണെന്നറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയണത് ഈ കോടതി ഇടപെട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത് ഇതാണ്. അതിന് ശേഷം കുറച്ച് എവിഡന്റ് ഒക്കെ വന്നതിന് ശേഷം പറഞ്ഞ എന്താണെന്നറിയോ? നീ കോൺഗ്രസ്സുകാരെ കുറ്റമായിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ നീതിപീഠം, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു കേസ് വന്ന സമയത്ത്, അതായത് അയ്യപ്പനെ കട്ട കേസല്ല, അയ്യപ്പന്റെ സ്വർണ്ണം കട്ട കേസിൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ കോടതി പറയാണ് അവിടെ തെളിവുകളൊക്കെ ശേഖരിക്കാനായിട്ടും അവിടുത്തെ രേഖകളൊക്കെ ശേഖരിക്കാനായിട്ട് ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ SIT ടീമൊക്കെ അവിടേക്ക് ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചു. നമുക്ക് എല്ലാവർക്കും ആ സംഭവം സംഭവിച്ചു. ഓ സർക്കാർ എന്താ പറഞ്ഞത്? ദേവസ്വം ബോർഡ് അന്വേഷിക്കണം. ദേവസ്വം ബോർഡ് കണ്ടെത്താൻ തെളിവില്ല. തെളിവ് പോയി. ദേവസ്വം ബോർഡ് കണ്ടെത്താനായിട്ട് കോടതിയോട് പറഞ്ഞ സമയത്ത് കോടതി രേഖകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദേവസ്വം ബോർഡിൽ രേഖകളില്ല. രേഖകളൊക്കെ അയ്യപ്പൻ കട്ടുകൊണ്ടുപോയി. അപ്പോൾ ഇതിനിടയിൽ വീണ്ടും ഈ വയനാട് പ്രശ്നം കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എത്ര വീട് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? അല്ല, പിന്നെ ഈ ഒരു സമയത്ത് ഇത്ര പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടാണ് അവൻ്റെ ആ ഒരു ചോദ്യം. പോട്ടെ, അങ്ങനെ ചോദിക്കാൻ വേണ്ടത് കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു ഫണ്ട് പിരിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഫണ്ടൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഫണ്ട് കൃത്യമായിട്ടുള്ളൂ.
നമുക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. പിന്നെ വേറൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്ര നാൾ എന്തൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരമില്ല. കാരണം ഇതിനൊന്നും ഉത്തരമില്ല ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. കട്ടും തിന്നും മുടിച്ചും ഒക്കെ നമ്മുടെ നികുതി പണം നടത്താനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ചിന്തിച്ചാൽ മതി. നിങ്ങളെ തമ്മിൽ തല്ലിച്ച്, അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന സമൂഹത്തെ തമ്മിൽ തല്ലിച്ച് ഇവർ ചോര കുടിച്ച് അവർ വളർന്ന് അവർ കതിരിട്ട് ജീവിക്കുകയാണ് ഒരു പണിയെടുക്കാതെ. സത്യം 750 കോടി ഉണ്ടായിട്ട് 750 കോടി ഒരു 100-150 കോടി ചിലവാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു പഞ്ചായത്ത് പോലെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കോമൺ സെൻസ് നമുക്ക് ചിന്തിച്ചൂടെ? പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് ചിലവാക്കിയിട്ട് വർത്താനം പറഞ്ഞൂടെ? ഇത് കോൺഗ്രസ്സുകാർ മുക്കിയിട്ടുണ്ട്, മാർക്സിസ്റ്റുകാർ മുക്കിയിട്ടുണ്ട്. BJPക്ക് അവിടെ സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മുക്കാൻ കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് എന്താണെങ്കിലും. അപ്പോൾ നിങ്ങളിങ്ങനെ മാറി ഇവരെ കക്കാനും മുക്കാനൊക്കെ നിങ്ങൾക്ക് കൂടെ നിന്നിട്ട് ഒരേ പാർട്ടിക്കാരെ കൂടെ വന്നിട്ട് ഓക്കെ, നമുക്കറിയാം ഇലക്ഷനാണ്, നമ്മൾ വോട്ട് ചെയ്യണം, നമ്മൾ വോട്ട് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു അവകാശമുണ്ടത്. അപ്പോൾ അത് നമ്മൾ വിനിയോഗിക്കുന്നെങ്കിൽ ഇലക്ഷനൊക്കെയാണ് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് വേറൊരു ടീമിനും കൂടി കിട്ടുള്ളൂ. ഞാൻ അവർ കുറച്ചെല്ലാം കക്കട്ടെന്നേ അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ ഈ കാര്യത്തിൽ. പിന്നെ എനിക്കെന്താണെങ്കിലും ഈ മറ്റ് BJPക്കാരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ, അതുകൊണ്ട് പുറത്ത് വരണമെങ്കിൽ അവരും ഭരണത്തിൽ വരണം. ഇതിപ്പോൾ സുരേഷ് കൂടെ കാര്യം ആലോചിക്കുമ്പോൾ അയാളെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ചിരിയൊക്കെയാണ് വരുന്നത്. കാരണം പുള്ളി പപ്പടം പൊട്ടിച്ച കേസും ആൾക്കാർ കെട്ടിപ്പിടിച്ച കേസും പുള്ളി വിടാൻ പോയ കേസും പുള്ളി കല്ലും പിടിക്കുന്ന കേസൊക്കെയാണ് പറയാനുള്ളൂ. ഇത് പൊളിറ്റിക്കലായിട്ട് ഇയാളെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുക. അതുകൊണ്ടാണ് ഇതിപ്പോൾ അവർ പൊക്കി പറയല്ല, ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുക. അല്ലാതെ ഈ അപ്പുറത്ത് ഈ ഫുള്ള് പെൺപിടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പുറത്ത് പപ്പടം പൊട്ടിച്ച കേസായിട്ട് നിങ്ങൾ വിട്, എല്ലാം വിട്ടുകളയും. എന്താണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഇവരെ മാറി വിട്ടാൽ പോലും നിയമസഭയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങൾ ഇതാണ്. അവന്റെ അച്ഛയുടെ വിധവാ പെൻഷൻ പിന്നെ ഇലക്ഷനൊക്കെയാണ് വരുന്നത്. നിങ്ങളെ വോട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതും പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ കേട്ടോ. എനിക്ക് വോട്ട് ചെയ്യണമെന്നോ എന്റെ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നോ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നില്ല. നിങ്ങളുടെ ഓരോ വോട്ടും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ മാത്രം വിവരമുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു പഞ്ചായത്ത് കൊണ്ട് ഒരു ഗ്രാമത്തിലുണ്ടാകേണ്ട പ്രയോജനങ്ങൾ ആരെ തന്നെ നേടിയെടുക്കുവാനുള്ള കഴിവും മര്യാദയുള്ള ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുക്കുക. അവിടെ പണവും പ്രതാപവും ജാതിയും മതവും ബന്ധുത്വവും രാഷ്ട്രീയവും ഒന്നും ബാധകമാകുമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളൂ. ഈ അവസാനമായിട്ട് ഇതേ സമയത്ത് തമിഴ്നാട്ടിലൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. എന്റെ മക്കളെ തൊട്ട അല്ലെങ്കിൽ എന്റെ പാർട്ടിക്കാരെ തൊട്ടാന്ന് പറഞ്ഞിട്ട് മക്കളെ തൊട്ടോ ഈ പൊട്ടൻ ജനങ്ങളെ കൊണ്ടുപോയി കൊന്നിട്ട് നിന്ന് ഡയലോഗ് അടിക്കുകയാണ്. പിന്നെ ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ അമ്മമാരും അച്ഛന്മാരൊക്കെ പറഞ്ഞത് വിജയ് ചേട്ടനെ കാണാൻ പോയിട്ടില്ലേ നാങ്കപ്പുള്ളേരെന്ത് പോർക്കേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തീർന്ന്. അത്ര വിവരം വിദ്യാഭ്യാസം ഉള്ളൂ. വിജയ് കൂടെ മക്കളെ തൊട്ടോ ഇല്ല ഇനിയും വരും എൻ്റെ മക്കളെ തൊട്ടറയാ പാക്കലാന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക്. അപ്പോൾ എന്താണെങ്കിലും BJP ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് അവിടെ പോയി അംഗത്തെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പുതിയ പാർട്ടിയൊക്കെ തുടങ്ങിയിട്ട് ഇവരെ തോപ്പിക്ക്. കോൺഗ്രസും മാർക്സിസ്റ്റും BJP ഒന്നും കൂടെ വേണ്ട, അണ്ണി സഖ്യം വരട്ടെ. ഞാനുണ്ടോ നിങ്ങളുടെ കൂടെ. എന്താണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ.